ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവർ അപ്പോയിൻ്റഡായി, അതാണ് എൻ്റെ വിഷയം. അപ്പം നിങ്ങൾ ഓർക്കണം, ഈ ആള് ഉടമ്പടി ജോലി വെച്ചിട്ടില്ല, പക്ഷെ കർത്താവ് അവൾക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ കാര്യം? ജീവിതത്തിലും സത്യസന്ധതയാണ്, ഉടമ്പടിയിലും സത്യസന്ധതയാണ്. മിനിമം ദൈവസ്നേഹമുള്ള ആളാണ്. എൻ്റെ മക്കളെ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഇന്നത്തേക്കാൾ നിങ്ങളുടെ വാല്യൂ ആഡ് ചെയ്യണമെന്ന് ഓർത്തേക്കണം. നിങ്ങൾ മിനിമം ദൈവസ്നേഹമുള്ളവരും ദൈവവിശ്വാസമുള്ളവരുമാണ്. ഉടമ്പടിയോടുകൂടി നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങൾക്ക് അവകാശമായി മാറുകയും. അതുകൊണ്ട് എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ വചന ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അവൻ ചെയ്യുമ്പോൾ എന്താ സംഭവം? നമ്മുടെ വാല്യൂ ആഡ് ചെയ്യുന്നു. അധ്യാത്മീയതയിലുള്ള ഒരു സംഭവമാണ് വാല്യൂ ആഡിങ്. ഞങ്ങളെപ്പോഴും നോക്കണം നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ പർച്ചേസ് പവർ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു അനുഗ്രഹം ആർജിക്കൽ ശേഷി വർദ്ധിപ്പിക്കാൻ ബൈബിളിൻ്റെ ഫോർമുല എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് പലപ്പോഴും. അതുകൊണ്ട് ഉടമ്പടി എടുത്ത വ്യക്തിയും എടുക്കാത്ത വ്യക്തിയും വ്യത്യാസമുണ്ട്. ഉടമ്പടി എടുത്ത വ്യക്തിക്ക് അവൻ പറയണ പോലെ ചെയ്യില്ലേ, അവൻ പറയണ പോലെ ചെയ്യുന്നു. നമ്മൾ എന്താ സുവിശേഷം ആകുന്നു, സുവിശേഷം ആൾക്കാർ കർത്താവിൻ്റെ ഇപ്പം എന്താണ് ഈശോ പറഞ്ഞത്? പുനരുദ്ധാനത്തിന് ശേഷം എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ലോകത്തോട് പറയണം. ആ പണിയാണ് നമ്മൾ ചെയ്യണത്. കൃപാസന പത്രം വാങ്ങിച്ച് കൊടുക്കുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നമ്മൾ ലോകത്തോട് പറയുകയാണ്. എന്താ കാര്യം? കൃപാസനത്തിൽ വേറെ ഒരു വാർത്തയുമില്ല. ഈ മാസം മുഴുവൻ ദൈവം ഏതെല്ലാം ഈ ലോകത്തുള്ള ആരെല്ലാം സഹായിച്ചിട്ടുണ്ട്, അടയാളങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. 110 സാക്ഷ്യങ്ങളല്ലേ? 110 സാക്ഷ്യങ്ങളല്ല, ചിലപ്പോൾ 150 സാക്ഷ്യങ്ങൾ വരെ വരും. ഈ 150 സാക്ഷ്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോയി വേറൊരു മനുഷ്യന് കൊടുക്കണത്. എന്താ കൊടുക്കണം? നിങ്ങൾ എന്താണ് പറയാതെ പറയണത്? ക്രിസ്തു ദൈവമാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്, അതിന് ഞാൻ സാക്ഷികളാണ്. നാളെ നിങ്ങളും സാക്ഷികളാകും, നിങ്ങളെ ഈശോ അനുഗ്രഹിക്കും. കൈയിടിച്ച് കർത്താവ് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. പക്ഷേ കൃപാസന പത്രം സാധാരണ ന്യൂസ് പത്രം പോലെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പ്രാർത്ഥിച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പ്രസംഗിച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ 3-4 തരം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കൃപാസന പത്രം പ്രാർത്ഥിച്ച് വീട്ടിലിരുന്ന് ജപമാലയിൽ പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ പ്രസംഗിച്ച് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനായാലും ഇപ്പോൾ ആ ടെൻഷൻ്റെയൊക്കെ സാക്ഷ്യം അതല്ലേ, രാത്രി 10 മണിക്കും സുവിശേഷം പ്രസംഗിക്കുകയാണ്, മെഡിക്കൽ ഒഴിവാക്കുന്നുണ്ട്. കർത്താവിനെ അറിയിക്കാൻ വേണ്ടി ആ മനുഷ്യൻ രാത്രി 10 മണിക്കും അവിടെ കൂടി മെഡിക്കൽ വാദിക്കൽ എപ്പോഴും തിരക്കായിരിക്കുമല്ലോ, കിട്ടുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാനായിലെ കല്യാണത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പത്രം കൊടുക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുകയാണ് രാത്രി 10 മണിക്കും. അപ്പോഴും നമുക്ക് രാത്രി 10 മണിക്കും ഏത് ഇരുട്ടത്ത് നിന്നുകൊണ്ടും സുവിശേഷം പ്രസംഗിക്കുന്നൊരു കാലമാണിത്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരുടെയൊക്കെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കണം. ദൈവം ഇങ്ങനെ കോരിയെടുത്തുകൊണ്ട് വരും. 40 ലക്ഷത്തിൻ്റെ കടം എങ്ങനെ പോയിട്ട് പിന്നീട് 40 ലക്ഷത്തിൻ്റെ മുതലാളിയായി മനുഷ്യൻ മാറണ കാണണം. പെട്ടെന്നാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ തൊടും തീർച്ചയായിട്ടും. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങളെ തൊടാൻ വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന അല്ല ഇത് നിത്യതയുമായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടിയും അതുവഴി നിങ്ങൾക്ക് നിത്യത ലഭിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. പക്ഷേ ഇതിനകത്ത് വരുന്നത് ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ നമുക്കൊരു വാല്യൂ ആകും. നമ്മുടെ വാല്യൂ കേവലം മനുഷ്യൻ എന്ന രീതിയിൽ നീ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ ദൈവം ഒരു വില കൊടുക്കുന്ന വ്യക്തിയായി മാറും. ദൈവം വില കൊടുക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ അതറിയണമെങ്കിൽ 7-ാമത്തെ നിങ്ങളെടുത്ത് 7 എടുത്ത് നമ്മുടെ സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം. ലൂക്കാ 7:5. ലൂക്കാ 7:5. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. ഇതിൻ്റെ ഒരു ലെവൽ, അത് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻസ് അറിയണം. അതായത് ഈ യേശുവിൻ്റെ അടുത്ത് കുറേ യഹൂദ പ്രമാണികൾ ഒരു ശതാധിപനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ശതാധിപൻ എന്ന് പറയാറ് 100 പട്ടാളക്കാരുടെ അധിപനാണ്, റോമനാണ്.
അയാളെ യഹൂദനല്ല, വിജാതിനാണ്. പക്ഷേ എങ്കിലും ഈ വിജാതിനെ കൊണ്ടുവന്ന് ഈ യഹൂദ പ്രമാണി അയാളെ യേശുവിൻ്റെ അവതരിപ്പിക്കും. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഇയാൾ സാധാരണ യഹൂദ ഇവരെ പോലെ അല്ല, ശതാധിപനെ പോലെയല്ല, കുറച്ച് വാല്യൂ ഉള്ള ആളാണ്. ഈ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇയാളുടെ വാല്യൂ എന്താണ്, അയാളെന്താ പറയണമെന്ന് നോക്കിയാൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറയണത് എന്ന് പറഞ്ഞേ. നീ ഇത് ചെയ്തു കൊടുക്കാൻ, യേശുവിൻ്റെ പറയണതാണ് യഹൂദ പ്രമാണം, നീ ഇത് ചെയ്തു കൊടുക്കാൻ. ആർക്ക് ചെയ്തു കൊടുക്കാൻ? ശതാധിപനെ ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അർഹനാണ്. അതാ പ്രശ്നം. ഈ നമുക്ക് അർഹത ഉണ്ടാക്കുന്ന വിഷയമാണ് വാല്യൂ ആഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കിത് ദൈവം ഇത് ചെയ്തു തരാൻ നിങ്ങൾ അർഹരായി മാറുകയാണ്. അർഹത എന്ന് പറഞ്ഞ സംഭവമുണ്ട്, മനസ്സിലായില്ലേ? അതാണ് വാല്യൂ, മൂല്യവർദ്ധിതം. ഒരു സാധാരണ വ്യക്തിയെ മൂല്യവർദ്ധിതമായ വ്യക്തിയായിട്ട് ഉടമ്പടി ഉയർത്തുന്നുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഉടമ്പടിയിലൂടെ ദൈവത്തിരുസന്നിധിയിൽ യോഗ്യരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. അതായത് നിങ്ങൾ കൃപാസനത്തിലോട്ട് വരണ സമയത്ത് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും, പുറത്തിറങ്ങുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും, പിന്നെ നിങ്ങൾ ഉടമ്പടി ജീവിക്കുമ്പോൾ വാല്യൂ ഉണ്ടാവും. അനുനിമിഷം നിങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കും. അനുനിമിഷം നിങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് അച്ഛൻ നിത്യാരാധന കേന്ദ്രത്തിൽ 3 ഉടമ്പടി പുതുക്കിയവരെ മാത്രം കയറ്റണം? എന്താണ് അവിടെ വാല്യൂ ഭയങ്കരമാണ്. 3 ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ്. ദാരിദ്ര്യം 9 മാസമായി അവർ ഉടമ്പടി നിൽക്കണത്. അവരെന്തുമാത്രം നന്മ പ്രവർത്തികൾ ചെയ്ത് കാണും, എന്തുമാത്രം എന്തുമാത്രം സുവിശേഷ പ്രഘോഷണം ചെയ്ത് കാണും. അപ്പോഴവിടെ വാല്യൂ ആഡ് ചെയ്യും. അവരാണ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. അവിടെ പോയിരുന്നുണ്ട്. ഇപ്പം ഇന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കണില്ലേ, അവരുടെ കാര്യം നിങ്ങൾക്ക് വേണ്ടി കൃപാസന നിത്യാന കേന്ദ്രത്തിലെ ഉടമ്പടി സീനിയറായിട്ട് എടുത്തിട്ടുള്ളവർ 4 പുതുക്കവരും 3 പുതുക്കവരും മധ്യസ്ഥം വഹിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി മധ്യസ്ഥ പ്രാർത്ഥന അതാണ്. എന്താ കാര്യം? വാല്യൂ ആഡഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ, മൂല്യവർദ്ധിതമായിട്ടുള്ള അവരുടെ സത്പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ മുമ്പിൽ മൂല്യമുള്ളവർ. അതുകൊണ്ടാണ് നീ ഇത് ചെയ്തു കൊടുക്കാൻ. റീഡ് ഇറ്റ് അഗെയിൻ, ലുക്ക 7:5. നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്താ കാരണം? എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് മെറിറ്റ്. എന്താണ്? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആദ്യം ഉണ്ടാകേണ്ടത് ദൈവ തിരുസന്നിധിയിൽ മെറിറ്റോറിയസ് ആയിട്ടാവാൻ, ആദ്യം വാല്യൂ ഉണ്ടാകാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വൈരാഗ്യമുള്ളവരോട് ക്രിസ്തു ആയത് കാരണം ക്രിസ്തു പറയും ശത്രുക്കളെയും സ്നേഹിക്കാൻ പറയും. ക്രിസ്തു അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം മനുഷ്യ ദൈവങ്ങളല്ലേ. സാക്ഷാത് ദൈവം ആകുമ്പോഴാണ് കാര്യങ്ങൾ മാറണത്. ഒരേ ലെവലിൽ പറയത്തില്ല. നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറയും. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ ക്രിസ്തു മനുഷ്യനല്ലെന്ന്. മനുഷ്യർക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറയും. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിൻ്റെ വാല്യൂ ആഡ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് നിൻ്റെ ശത്രുത ആർക്കും ഇല്ല, നിനക്ക് ആരോടും ശത്രുത ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. നിനക്ക് വഴി തരാത്ത ആൾക്കാരുണ്ടാകാം, നിൻ്റെ പ്രമാണം കൊണ്ട് ഓടിപ്പോയ കട്ടുകൊണ്ട് പോയ ആൾക്കാരുണ്ടാകാം. ചില മക്കൾ തന്നെ പ്രമാണം കട്ടുകൊണ്ട് പോയിട്ടില്ലേ വീട്ടിൽ നിന്ന്. ഈ ആൾക്കാരോടെല്ലാം ഏകപക്ഷികമായിട്ട് നമ്മൾ ക്ഷമിക്കുകയാണ്. ഏകപക്ഷികമായിട്ട് എന്താ കാര്യം? ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാനെല്ലാം കുപ്പയായി കരുതണമെന്ന് കൈ ഇടിച്ച് കരുതാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പി 3:8. ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളോട് തെറ്റ് ചെയ്ത ആളാണ്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി
അവനോട് ഏകപക്ഷീയമായി ക്ഷമിക്കുന്നു. എന്താ കാര്യം? അവൻ നമ്മോട് കാണിച്ചതെല്ലാം വേസ്റ്റായിട്ട് കണക്കാക്കണമെന്ന്. ഇത് ക്രിസ്തുവിന് മാത്രമേ ഉപദേശം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിനെ ക്രിസ്തുവാക്കണതും ക്രിസ്തുവിൻ്റെ ദൈവപ്രകാശം നമ്മൾ ചൊരിയണതുമൊക്കെ മനുഷ്യാതീതമായി ആധ്യാത്മികത കൊണ്ടാണ്. എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതാതീതമായ ആധ്യാത്മികതയാണ് അന്വേഷിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ ആധ്യാത്മികത മതാതീതമല്ല, മനുഷ്യാതീതമാണ്. കൈ ഇടിച്ച് കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ കാവൽ മാലാഖിക്ക് അതിനേക്കാളുപരി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം മരിയൻ ഉടമ്പടിയാണ്. അമ്മ മാതാവിൻ്റെ പേരിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മ മാതാവിന് നിങ്ങളെക്കുറിച്ച് യേശുവിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം. ഇത് അവർക്ക് ചെയ്തു കൊടുക്കാൻ അവർ അർഹയാണ്. എന്താ കാര്യം? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ജനങ്ങളെ സ്നേഹിക്കുന്നു. അതാണ് സംഭവം. ജാതിയും മതവും നോക്കാതെ ആൾക്കാരെ സ്നേഹിക്കുന്നു. അതാണ് ഒരു കാര്യം. ഇത് നിങ്ങളെക്കുറിച്ച് പറയാനിടയാകണം. രണ്ടാമത്തത് എന്താണ്? നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാലയം നമുക്കൊരു രണ്ടാമത്തതാണ്. ഈ ശതാധിപൻ്റെ ബാർഗെയിനിങ് പവറല്ലേ, അവൻ്റെ മൂല്യവർദ്ധിതമായ ഒരു മനുഷ്യനാണ്. ഈ മൂല്യവർദ്ധിതമായ മനുഷ്യൻ്റെ രണ്ടാമത്തെ കപ്പാസിറ്റി എന്താണ്? നമുക്കൊരു സിനഗോഗ് പണിതരികയും ചെയ്തിട്ടുണ്ട്. പള്ളി പണിത് കൊടുത്തിട്ടുണ്ടെന്ന്. സിനഗോഗ് എന്ന് വെച്ചാൽ അതാണ്. നിങ്ങളാരും പള്ളി പണിയാൻ പോയില്ലെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ പള്ളി പണിയാൻ പറ്റും നിങ്ങൾക്ക്, അല്ലേ? ഇല്ലേ? ഒരു മനുഷ്യന് വിശ്വാസം കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ പള്ളി പണിത പോലെയാവും. ഒരു മനുഷ്യന് വിശ്വാസം, എത്ര മനുഷ്യൻ്റെ ഉടമ്പടിയിലൂടെ 10,000 മനുഷ്യരുടെ ഹൃദയങ്ങളല്ലേ പള്ളി പണിയണത്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, എന്നെ അഭിഷേകം ചെയ്യുക, ഞാൻ നിനക്ക് വേണ്ടി ജനഹൃദയങ്ങളിലെ ദേവാലയം, വിശ്വാസത്തിന്റെ ദേവാലയം പണിയുന്നതിനായി എന്നെ അഭിഷേകം ചെയ്യണം. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസ ജനത്തിന്റെ ഹൃദയത്തില് ദേവാലയം പണിയുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും മനസ്സിലായില്ലേ എങ്ങനെയാണ് മൂല്യവർദ്ധിതമായിട്ട് നിങ്ങളെ മൂല്യവർദ്ധിത സാക്ഷിയാക്കി മാറ്റണതെന്ന്? സിമ്പിളാണ്. ഏറ്റവും വലുതിൻ്റെ അകത്ത് പള്ളി പണിയത് തന്നെയാണ്. ജനഹൃദയങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസ കൈമാറ്റം ചെയ്യുമ്പോഴും അതിലാണ് കൃപാസനം പത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. കാര്യം അതുപോലെ ഈ ലോകത്ത് പേര് ഒരു പത്രവും ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പത്രം ഇല്ല. ഇത്രയും സാക്ഷ്യങ്ങളായിട്ട് ഇറങ്ങുന്ന ഏത് പത്രമുണ്ട് മാസം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടിയാണ് പത്രശുശ്രൂഷ നിർവഹിക്കേണ്ടത്. കാര്യം നിങ്ങൾ തന്നെ ഇവിടെ വന്നത് എങ്ങനെയാണ്? 10 ആൾക്കാർ പത്രം വായിച്ച് വന്ന ആൾക്കാരാണല്ലേ. അത് വേറെ ആരും പള്ളി പണിതതാണ്, വേറെ ആരും. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? നിങ്ങൾ സാത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് അയ്യോ ഞാൻ കൊടുക്കണ, അമ്മ കൊണ്ടേ കൊടുക്കുക, പപ്പ കൊടുക്കുക എന്നൊക്കെ ചോദിക്കും. സംഭവം പിശാചാണ് ചോദിക്കണത്. കാര്യം ദൈവസ്നേഹമില്ലല്ലോ. നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിങ്ങൾ IELTS പാസ്സാക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി വന്ന് തലകുത്തി പറഞ്ഞിരിക്കണല്ലേ. നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വേറെ ആരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കും. നിങ്ങൾ ഓർക്കുക, നിങ്ങളിങ്ങനെ ചെയ്യിക്കാൻ പോയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, ഉറപ്പാണ്. ഞാൻ എന്താ പറയാൻ കാര്യം, ആ ദന്തിസ്റ്റിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? ദന്തിസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം നിങ്ങൾ കേട്ടോ? ദന്തിസ്റ്റിൻ്റെ എന്താ സാക്ഷ്യം? അവർ ബേസിക് ദന്തിസ്റ്റാണ്. അവർ കോമ്പറ്റ് ചെയ്യുന്ന ആരുടെ കൂടെയാണ്? ദന്തിസ്റ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ കൂടെ. ദന്തിസ്റ്റ് മാസ്റ്റർ ബിരുദമുണ്ട് MDയുടെ കൂടെയാണ്. എവിടെയാണ്? അവർക്ക് അമേരിക്ക USA ഒരു സീറ്റിന് വേണ്ടിയാണ്. പക്ഷേ എന്താണ് ചെയ്യണത്? അവരിവരെ കണ്ടപ്പോൾ പേടിച്ചു പോയി, വരണ്ടു പോയി. കാര്യം അവർക്ക് ബേസിക്സ് ഇന്ത്യൻ ബേസിക്സാണ്. അവർക്കെല്ലാം ഫ്രാൻസിലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ഇവർ ആരുമല്ല, സീറോയാണ്. അപ്പോൾ അവിടെ പോയി ഇരിക്കുമ്പോൾ അവർ അമ്മയുടെ ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ അവിടെ ഒരു ചെയ്ത് എന്താണ്
ഇവൾക്ക് വേണ്ടി മാത്രം ഒരു ഇന്ത്യൻ ഡോക്ടറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വെച്ചു. എൻ്റെ അമ്മേ, നിങ്ങൾ സാക്ഷ്യം കേട്ട ഞെട്ട് കയറി ശരിക്കും പറഞ്ഞു. അവളുടെ കപ്പാസിറ്റി അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അവളെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് ആ പാനലിലുള്ള ഇന്ത്യൻ ഡോക്ടറാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവം? അത് മാതാവ് ചെയ്തതാണ്. നിങ്ങളും ദൈവത്തിൻ്റെ ജോലി ചെയ്താൽ മാത്രമേ ദൈവം നിങ്ങളുടെ ജോലി ചെയ്യത്തുള്ളൂ. ദൈവത്തിൻ്റെ ജോലി പപ്പായെക്കൊണ്ടും അമ്മയെക്കൊണ്ടും ചെയ്യിച്ചാൽ നിങ്ങളുടെ ജോലി ചെല്ലുമ്പോൾ അവിടെ ഇന്ത്യൻ ഡോക്ടർ ഉണ്ടാവില്ല, പാകിസ്ഥാൻ ഡോക്ടർ ഉണ്ടാകത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം. അതായത് ദൈവത്തിന് നിങ്ങൾ വിലക്ക് വാങ്ങാൻ നോക്കരുത്, മര്യാദക്ക്, മറിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നോക്കുക. അപ്പോൾ ദൈവം ആരാണെന്നറിയും. കൈ ഇടിച്ച് കിടത്താൻ ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയിൽ എപ്പോഴും ശ്രദ്ധിക്കാൻ സാധ്യത. ഇപ്പം അവരെന്നാ പറഞ്ഞത്? ജിസാമേരി പറഞ്ഞില്ലേ, അവർക്ക് 10 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അല്ലേ? ഇതുപോലെ ഉടമ്പടിയിൽ നമ്മൾ സഭ അതുപോലെ ഒരു പ്രതിഭാസം, ഗ്യാപ്പിൻ്റെ പ്രതിഭാസം നമ്മുടെ ആധ്യാത്മികതയിലും വരുന്നുണ്ട്. ഇപ്പോൾ എൻജിനീയേഴ്സിന് ഗ്യാപ്പ്, ഡോക്ടേഴ്സിന് ഗ്യാപ്പ്, നേഴ്സുമാർക്ക്, പ്രൊഫഷണൽസിനെല്ലാം ഗ്യാപ്പ് വന്ന് ജോലി കിട്ടത്തില്ല, ജീവിതം പോയി. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പിന്നെ പൊടികോരി തിന്നാനേ വരത്തുള്ളൂ. അതുപോലെയുള്ള പ്രശ്നമാണ് വിശ്വാസത്തിലുണ്ട് ഗ്യാപ്പ്. വിശ്വാസത്തിൽ ഗ്യാപ്പുണ്ട്. നിങ്ങൾക്ക് ഗ്യാപ്പുണ്ടെന്ന് നോക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ ഇപ്പോൾ നിങ്ങൾ ലൂക്ക 8:13 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 8:13 പാറയിൽ വീണത്, എന്നാൽ പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. അതാണ് പ്രശ്നം. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അവരെ കുറിച്ച് എന്താ പറയണത് ആ അധ്യായത്തിൽ? ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാണ് അല്ലേ? അതാണ് വാക്ക് 8:13. ഇപ്പം വിശ്വാസത്തിലുണ്ട് അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, പിന്നെ ഗ്യാപ്പായി. ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. വിശ്വാസം ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന നിങ്ങൾ ഉടമ്പടി കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, പിന്നെ ഗ്യാപ്പാവുന്നു. ഇപ്പോൾ ഇന്നലെ ഞാനൊരു കക്ഷിയെ കണ്ടുകൊണ്ട് ഇത് പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ ആൾക്കാരെല്ലാവരെയും തന്നെ കിട്ടിയെടുത്ത് എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനം എടുത്ത് നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു അവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവർക്കൊരു സീരിയസ് വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉടമ്പടി ചീട്ട് കിട്ടിയില്ല. എന്താ കാര്യം? 2019 ഉടമ്പടിയാണ്. 2019 തൊട്ട് 2020 പണ്ട് ഇതുപോലെ ഉടമ്പടി എടുത്താണ് അവരല്ലേ. അവർ സന്തോഷത്തോടെ എന്താ വായിച്ചത്? അത് വായിച്ചേ 8:13 വായിച്ചേ. മുള്ളുകളുടെ ഇടയിൽ പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. അതാണ് സന്തോഷത്തോടെ ഉടമ്പടി എടുത്ത പാർട്ടിയാണ്. എന്തോ ചെറിയ ഒരു പ്രശ്നം വന്നപ്പോൾ ഉടമ്പടി ഇട്ട് കളഞ്ഞ്. അത് ഉടമ്പടിയിൽ സംഭവിക്കും. നിങ്ങൾക്ക് ആദ്യം ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷേ കള്ള ഉടമ്പടിക്കാരിയാണെങ്കിൽ ഇടക്കിട്ട് കളയും. എന്താ കാര്യം? നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയമാണ്. ഇപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ പ്രശ്നമില്ലേ, കുഞ്ഞുങ്ങളുടെ മുമ്പ് കേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ മാത്രം തിന്നേച്ചും പിള്ളേർ പോകത്തില്ലേ. ഇപ്പോൾ ഉടമ്പടിയുടെ ബട്ടർ അടിക്കാൻ വന്ന ആൾക്കാരുണ്ട്. ഒരു അച്ഛൻ വന്ന് ഉടമ്പടി ചെയ്ത് ഉടമ്പടി പകുതിയായപ്പോൾ കൊച്ചനോടൊന്ന് ചോദിച്ചേ, അച്ഛാ ഉടമ്പടി തീർന്നാന്ന് ചോദിച്ചപ്പോൾ കൊച്ചനോട് അച്ഛൻ പറയണത്, കൊച്ചൻ ചോദിച്ചു ഉടമ്പടി തീർന്നേ അച്ഛാ? തീർന്നേ. അപ്പോൾ എന്നിട്ട് അച്ഛൻ ഉടമ്പടി കൊണ്ട് ഇട്ടില്ലേ? അല്ല, ആ തൈലം കിട്ടാൻ വല്ല മാർഗം ഉണ്ടാകുന്നു. ഒരു ക്ലെറിക്കിൻ്റെ അവസ്ഥ ഇതാണ്. ഒരു അച്ഛൻ വന്ന് ഉടമ്പടി ചെയ്താണ് പങ്കപ്പാടി പറയണത്. അപ്പോൾ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അച്ഛന് തൈലം മാത്രം മതി, അതിനു വേണ്ടി എവിടുന്നാണ് ഒരു ഉടായ്പ കൊണ്ടിറങ്ങിയിരിക്കുക. അതായത് എവിടുന്നാണ് ഉടമ്പടി ചെയ്യുമ്പോൾ തൈലം കിട്ടണത്, അപ്പോൾ തൈലം കൊണ്ട് ഇവിടുന്ന് സ്കൂട്ടാക്കാൻ നോക്കുകയാണ്. ഇതാണ് അച്ഛന്മാരുടെ അവസ്ഥയാണെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കാതെ ഇവിടുന്ന് തൈലം ഇവിടെ വെള്ളച്ചല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മാതാവ് തന്നിരിക്കുന്ന ഇത് മലയാളികളുടെ എല്ലാ തരത്തിലുള്ള ഈ ദൈവത്തിനെ സ്നേഹിക്കാത്തവരും വയറ്റിപ്പഴുപ്പ് മാത്രം ലക്ഷ്യം വെക്കുന്ന ആൾക്കാരും ഇതുപോലെയുള്ള പ്രഗ്മാറ്റിക്കായിട്ട് കുറേ പരിപാടികളൊക്കെ ചെയ്യും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുമ്പോൾ വെടിപ്പായിട്ട് ചെയ്യുക. ഇനിയിപ്പം ഒരു ഗ്യാപ്പ് വന്നെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഉടമ്പടി ഇപ്പോൾ കുറേ നാളത്തേക്ക് വിശ്വസിച്ചെന്നല്ല പറയണത്. ലൂക്ക 8:13 എന്താ പറയണത്? കുറേ നാളത്തേക്ക് വിശ്വസിച്ചു, അത് കഴിഞ്ഞ് അവരുടെ വിശ്വാസത്തിൽ അവർക്ക് മാന്യം വന്നു, ഗ്യാപ്പായിപ്പോയി.
പക്ഷേ ഗ്യാപ്പായി പോയ ആൾക്കാർ ഉണ്ടല്ലോ ബൈബിളിൽ. ഗ്യാപ്പായി പോയ ആൾക്കാർ ഒരു പക്കം പോയില്ലല്ലോ. ഇപ്പം ഗ്യാപ്പായി കഴിഞ്ഞാൽ അവരുടെ ഗ്യാപ്പിൻ്റെ സ്വാഭാവികത എന്താണ്? ഗ്യാപ്പ് സ്വാഭാവിക. ഇപ്പോൾ ഇടംപടി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതെന്താ? ആ ഗ്യാപ്പ്, വിശ്വാസത്തിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പം നമുക്കറിയാം. അതായത് നിങ്ങൾ 10:27 വായിച്ചേ, അല്ല 13:58 വായിച്ചാൽ മത്തായി ശ്രീക 13:58. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 13:58. അവരുടെ അവിശ്വാസം നിമിത്തം, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അപ്പം അവിശ്വാസം വന്നു കഴിഞ്ഞാൽ അത്ഭുതം കുറയും. അതാണ് മത്തായിയുടെ സുവിശേഷം 13:58. അവരുടെ പറഞ്ഞ അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അപ്പം വിശ്വാസത്തെ ഗ്യാപ്പ് വന്നാൽ അത്ഭുതം തീർച്ചയായിട്ടും കുറയും. പിന്നെ എന്ത് സംഭവിക്കും? ഈ ഗ്യാപ്പ് പാച്ചപ്പ് ചെയ്യാൻ നോക്കണം. അതും ദൈവം തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് കണ്ടീഷനായാലും തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ 2 കൊല്ലം ഉടമ്പടി വീണ് പോയി, അല്ലെങ്കിൽ 6 മാസം വീണ് പോയി, സാരമില്ല. ഇപ്പോൾ ഒരു പ്രശ്നം വന്ന്, സാരമില്ല, നിങ്ങൾ ഉടമ്പടി കൊണ്ടുവന്ന് പുതുക്കുക. എന്താ ഗ്യാപ്പ് പാച്ചപ്പ് ചെയ്യുന്നുണ്ട് ബൈബിളിലെ. അതറിയണമെങ്കിൽ 9:24 വായിച്ചേ മർക്കോസിന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 9:24. അതെ. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, അപസ്മാരം ബാധിച്ച കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോഴേ ഗ്യാപ്പ് വന്നു പോയി, എനിക്ക് അവിശ്വാസം ഉണ്ടായി, അത് അങ്ങ് തന്നെ അത് പരിഹരിക്കണം. അപ്പം നമ്മൾ ദൈവത്തെ ഇപ്പോൾ ഉടമ്പടി വീണുപോയി, പക്ഷേ നമ്മൾ ദൈവത്തിലൂടെ തിരിഞ്ഞാൽ വീണ്ടും അത് പഴയതുപോലെ റീഇൻസ്റ്റേറ്റ് ആവും. മനസ്സിലായോ? നമ്മൾ ഉടമ്പടി വീണ് പോയി, 1 മാസം വീണ്, 1 കൊല്ലം വീണ്, 2 കൊല്ലം വീണ് പോയി എന്ന് വിചാരിച്ചു. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, വീണ്ടും നിങ്ങൾ ആ ഉടമ്പടിയുമായിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ അപ്പം തന്നെ അത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. പ്രാർത്ഥിക്കുക. കർത്താവേ, വീണുപോയ ഉടമ്പടികളെല്ലാം എത്രയും വേഗം പുനരുദ്ധരിച്ചുകൊണ്ട് മനുഷ്യന്റെ ദൈവാനുഭവ വിശ്വാസശേഷി വർദ്ധിപ്പിക്കുവാൻ അവന്റെ മൂല്യവർദ്ധിതമായി ദൈവത്തിരുസന്നിധിയിൽ നിലനിൽക്കുവാൻ അവരുടെ അവിശ്വാസങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക് അവർ പുനഃക്രമീകരിക്കണം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 ആരാധന ആരാധന. എഴുന്നേൽക്കുക. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നിന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നിന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ ഹല്ലേലൂയ. ഈശോയേ ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ഈശോയേ ഈശോയേ ഈശോയേ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം പുരുഷന്മാരെ സ്ത്രീകളായിട്ട് പരസ്പരം മുഖത്തോട് മുഖം നീക്കുക. രോഗസൗഖ്യത്തിനും അഭിഷേക ശാക്തീകരണത്തിനുള്ള പ്രാർത്ഥനയാണ്. പുരുഷന്മാർ സ്ത്രീകൾ മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുക. ആദ്യം കൈകളെ വിടർത്തി പിടിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ എൻ്റെ കൈകളിലേക്ക് അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കണമേ. എന്റെയും എൻ്റെ പൂർവികരുടെയും പാപപ്പിഴകളെ അങ്ങ് പൂർണ്ണമായി ക്ഷമിക്കണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. രണ്ട് കൈകളും പരസ്പരം ശിരസിൽ വെക്കുക. പ്രാർത്ഥന പങ്കാളി കിട്ടാത്തവർ സ്വന്തമായിട്ട് തലയിൽ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥന പങ്കാളി കിട്ടാത്തവർ സ്വന്തമായിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വിശ്വാസം കുറവുള്ളവർ, ജയിലിൽ കിടക്കുന്നവർ, സാമ്പത്തിക തകർച്ച വന്നു പോയവർ, വഴിയില്ലാത്തവർ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളെ ശക്തമായി, അതുപോലെ ഓരോ മക്കളും ആധ്യാത്മികമായി ശക്തീകരിക്കപ്പെടാൻ വേണ്ടി അമ്മയുടെയും മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളെ ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അത് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ മക്കളുടെ ശിരസ്സിൽ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭിണികളെ കൈവച്ച് പ്രാർത്ഥിക്കണമേ. കർത്താവേ, ഗർഭാവസ്ഥയിലെ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവരെ, ഗർഭാശയ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവരെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ, ഗർഭാശയ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവർ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാനും, ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാനും കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവ്, വിവാഹം ഒത്തുവരാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വിവാഹം ഒത്തുവരാത്തവർ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ വലിയ കൃപ മക്കളിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്ന, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. സോറിയാസിൻ്റെ അസുഖങ്ങൾ, ശരീരത്തിൽ പാണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ടെ. കാഴ്ചക്കുറവുള്ളവർ, അടിനോടിന് അസുഖമുള്ളവർ, മുക്ക് ദശ വളരുന്നവർ, സിസ്റ്റ് രോഗികൾ, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, കർത്താവെ മുഴയുള്ളവർ, അസ്ഥി ഉന്തി നിൽക്കുന്നവർ, ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവർ, കർത്താവെ പിൻകടത്തതിന് കർത്താവ് വേദന ഉള്ളവർ, കർത്താവ് കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, കൈ ശോഷിച്ചു പോയവർ, കർത്താവെ വാദരോഗികൾ എല്ലാവരെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ. പലതരത്തിലുള്ള ജോലി തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ, സർട്ടിഫിക്കറ്റ് തടസ്സങ്ങൾ, പരീക്ഷാ തടസ്സങ്ങൾ, പരീക്ഷയിൽ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, തോറ്റുപോയി വീണ്ടും എഴുതാൻ പോകുന്നവർ, ഇപ്പോൾ കർത്താവ് പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ജപ്തി നടപടി വന്നു പോയവർ, കർത്താവ് ജീവിത മാർഗ്ഗങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, സ്വന്തം ജോലി, വേല, കൂലി എല്ലാ മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്നവർ, ട്രാൻസ്ഫർ ആയിപ്പോയവർ, അതിനുവേണ്ടി വീണ്ടും കർത്താവ് പഴയ സ്ഥാനത്ത് വരാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവിൻ്റെ കരുണയാൽ നിറയട്ടെ. മാരക രോഗങ്ങൾ, വേദികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അഭിഷേകം ചെയ്യണമേ, സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. വരേണമേ, സൗഖ്യം നൽകണമേ. ദാതാവരേണമേ, എന്നിൽ നിറയണമേ. ദാതാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ഓട്ടിസം രോഗികളെ ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓട്ടിസം രോഗികളെ കർത്താവേ, അപസ്മാര രോഗികളെ കർത്താവേ,
ഡിപ്രഷൻ വന്നുപോയ മക്കൾ ഈശോയെ, ഭ്രാന്തി രോഗമുള്ളവർ കർത്താവേ ഈശോ, അവിടെ എല്ലാം മേൽ അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കട്ടെ. വിവാഹം തടസ്സമുള്ളവരെ, വിവാഹം പിരിയാൻ പോകുന്നവരെ, കേസിലായിപ്പോയവരെ, വിവാഹ കേസ് നടന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവേ ഈശോ, വാടക വീട്ടിലെ കർത്താവെ അകപ്പെട്ടു പോയവര്, പുതിയ വീട് കിട്ടാത്തവര്, സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, അന്യ രാജ്യങ്ങൾ അകപ്പെട്ടു പോയവര് കർത്താവെ, അവരുടെ മേലെല്ലാം കരുണ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ. ബാങ്കിൽ കടം വന്നവര്, ജപ്തിയാകാൻ പോകുന്നവര് കർത്താവെ ഈശോ, ഓരോ മക്കളെ സ്പർശിക്കുന്ന കർത്താവെ, കന്നുകാലികൾ കൊണ്ട് വിഴച്ച് പലതരത്തിലുള്ള കർത്താവെ, വീട്ടുമൃഗങ്ങളെ കൊണ്ട് ജീവിക്കുന്നവർ കർത്താവെ, ആ ജീവിതം മുട്ടിപ്പോയവര്, രോഗങ്ങളുള്ളവര്, വീട്ടുമൃഗങ്ങൾക്ക് രോഗങ്ങളുടെ, ഫാമിന് രോഗങ്ങളുള്ളവര്, പിഗ് ഫാം കർത്താവ്, കൗ ഫാം, അതുപോലെ പോൾട്രി ഫാം, എല്ലാ ഫാമുകൾ കർത്താവ്, കാർഷിക വിളകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കാർഷിക വിളകൾ നശിച്ചുപോയി, ഇഞ്ചി കൃഷികൾ, ഏലക്കൃഷികൾ, റബ്ബർ കൃഷികൾ മൂലം കർത്താവ് അത് ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ അവിടെ കണ്ണുനീരെല്ലാം കർത്താവ് എടുക്കണമേ. മത്സ്യത്തൊഴിലാളികൾ, വീട് വിൽക്കാനുള്ള സ്ഥലം വിൽക്കാനുള്ളവർ, വള്ളം വിൽക്കാനുള്ളവർ, വല വിൽക്കാനുള്ളവർ, വല വാങ്ങാനുള്ളവർ, മത്സ്യം കിട്ടാത്തവർ, എല്ലാ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കടങ്ങളെല്ലാം പരിഹരിക്കാൻ ദൈവത്തിന്റെ കണ്ണ ചൊരിയട്ടെ. എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. കുട്ടിയെ നിൽക്കുക. സ്വന്തം കാര്യം എന്തെങ്കിലും വിട്ട് അച്ഛൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യം മൗനമായിട്ട് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും സ്വന്തം കാര്യം ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, അത് ഈ ആരാധന സമാധാനത്തെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും സാക്ഷ്യപ്രകാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. അറിയിപ്പുകൾ. കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയാനും അവസരം ഉണ്ടായിരിക്കും. ഉടമ്പടി ഫസ്റ്റ് ബാച്ച് രാവിലെ 7 മണിക്കാണ്. ഉടമ്പടി പുതുക്കാൻ വരുന്നവരെ 1-ാം നിലയിലേക്കും, അതുപോലെ തന്നെ ഉടമ്പടി പുതുതായിട്ട് എടുക്കാനുള്ളവരെ 2-ാം നിലയിലുമാണ്. 7 മണിക്ക് ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച് 10:30 മണിക്ക്, തേർഡ് ബാച്ച് 2 മണിക്ക്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ക്രമീകരണം. ഞായറാഴ്ചകളിൽ ഫസ്റ്റ് ബാച്ച്, ഞായറാഴ്ചകളിൽ 8 മണിക്ക് കുർബാന, ഫസ്റ്റ് ബാച്ച് 10 മണിക്ക്, സെക്കൻഡ് ബാച്ച് 2 മണിക്ക്. എല്ലാ ദിവസവും തന്നെ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഒഴിച്ച്, വ്യാഴാഴ്ചയും ഞായറാഴ്ച ഉടമ്പടി ധ്യാനമാണ്, വ്യാഴാഴ്ച അച്ഛൻ പുറത്ത് ഓരോ ശുശ്രൂഷയ്ക്ക് പോണതാണ്. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അച്ഛൻ ആൾക്കാരെ കാണുന്നതാണ്. എമർജൻസി
ഉള്ളത്. മുമ്പിൽ സമയമില്ലാത്ത വിഷയങ്ങളാണ് കാണുന്നത്. ഉദാഹരണം ജപ്തി നോട്ടീസ്, ഓപ്പറേഷൻ ഡേറ്റ് ഇട്ടവർ, അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, അങ്ങനെ ഗുരുതരമായ രോഗാവസ്ഥ ഉള്ളവർ. അവർക്ക് അവരുടെ അവസ്ഥ, അവർ പറയുന്ന വിഷയത്തിൻ്റെ രേഖകൾ ഓഫീസിൽ കാണിച്ചാൽ ഉടമ്പടി പേപ്പറും ഉണ്ടെങ്കിൽ അച്ഛനെ കാണാനുള്ള ചീട്ട് കിട്ടുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർക്ക്, മെയിൻ ഓൾട്ടർ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർക്ക് മെസ്സേജ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പിന്നെ പ്രൊഫഷണൽ ടെസ്റ്റുകൾ, പ്രൊഫഷണൽ എക്സാംസ്, PSC, IELTS, OET, PT, MOG, MOH, HAD, PSC, അതുപോലെ തന്നെ BTech പേപ്പർ, അതുപോലെയുള്ള അങ്ങനെയുള്ളവർക്ക് പരീക്ഷക്കാർക്ക് അച്ഛനെ കാണാനുള്ള അവസരം ഉണ്ടായിരിക്കും. പ്രൊഫഷണൽസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് ജോലി കിട്ടിയാൽ തീർച്ചയായിട്ടും കുടുംബം രക്ഷപ്പെടും. മറ്റു വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്നവരല്ല. അവരത് തീർത്ത് അവർക്ക് ജോലിയായ അവർക്ക് അവരുടെ ജീവിത മേഖലയിൽ പോകാം, കല്യാണം കഴിക്കാം, പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ അവർക്ക് വീടിനെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയുള്ളവരെയാണ് അച്ഛൻ കാണുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾ ടിക്കറ്റ് കൊണ്ടുവരണം. പരീക്ഷയുടെ രേഖ എല്ലാ ഓഫീസിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും രേഖ കയ്യിലുണ്ടാകണം. ഇപ്പോൾ ഒത്തിരി കൃപാസനത്തിൻ്റെ ഒത്തിരി പഴയ പ്രവർത്തനം, പുതിയ പ്രവർത്തനമൊക്കെ ഉണ്ടേ. അവർ വന്ന് ഓഫീസ് ചോദിക്കുമ്പോൾ അച്ഛനെ കാണണമെന്ന് പറയും. പക്ഷേ അയ്യോ ഉടമ്പടി പേപ്പർ എടുത്തില്ലെന്ന് പറയും. അപ്പോൾ അവർ തന്നെ അവരെ തിരിച്ചു വിടും. ഇത്ര സീനിയോറിറ്റി ആണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇവിടുത്തെ ഉടമ്പടിയാണ് ഇവിടുത്തെ ശുശ്രൂഷ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഉടമ്പടി പേപ്പർ കയ്യിലുണ്ടാകണം. സ്റ്റാഫിൻ്റെയൊക്കെ അവസ്ഥ ഇവിടെ അങ്ങനെയാണ്. സ്റ്റാഫ് ആയാലും അവർ ഉടമ്പടി പേപ്പർ കാണിച്ചാൽ മാത്രമേ, കാരണം ഉടമ്പടി ആയിരിക്കും. സ്റ്റാഫ് ഉടമ്പടിയിലായില്ലെങ്കിൽ പിന്നെ വേറെ അവരിവിടെ ചുമ്മാ വർക്കേഴ്സ് ആകത്തില്ലേ. ജോലിക്കാർക്ക് അങ്ങനെ വലിയ ചാൻസ് ഇവിടെ ഇല്ല. കാര്യം ഇവിടെ ശുശ്രൂഷയാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നതായിട്ട് ചിലർക്ക് തോന്നും, ദൈവത്തിനെ ശുശ്രൂഷിക്കണം, അങ്ങനെയുള്ളവർക്ക് ശുശ്രൂഷ. അപ്പോൾ അവർക്ക് നല്ല സ്റ്റൈഫൻ്റ് നമ്മൾ കൊടുക്കും. പക്ഷേ എന്തായാലും അവരുടെ സ്റ്റൈഫൻ്റ് അതല്ല പ്രശ്നം. അവിടെ ഉള്ളിൽ അതിൻ്റെ അകത്തുള്ളൊരു ദൈവവിളി ഉണ്ടാകണം. അപ്പോൾ അതാണ് പ്രേക്ഷിതരെന്ന് പറയണത്. മറ്റെല്ലാം ജോലിക്കാരാണ്. ജോലിക്കാരെന്ന് പറയുമ്പോൾ ജോലിക്കാരെ നമുക്ക് കാണാൻ പറയാൻ പറ്റും. അവർക്ക് തോന്നുമ്പോൾ വരും. ചിലപ്പോൾ ഞാൻ തമ്മിലും അറിയത്തില്ല എപ്പോൾ വന്നെന്ന്. ഇപ്പോൾ സ്റ്റാഫിൻ്റെ തന്നെ കുറേ തൊഴിലാളികളുണ്ട്. പഴയ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവർ 10:30 വരും, 10:15 വരും. അപ്പോൾ അവർ തൊഴിലാളികൾ, പ്രേക്ഷിതരല്ല ഇവർ. അതുപോലെ നിങ്ങളെപ്പോഴും കൃപാസനത്തിൽ വർക്ക്, ഇപ്പോൾ ഞങ്ങൾക്ക് DTPക്ക് ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കും ആ ദൈവവിളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ദൈവവിളി സ്വീകരിച്ചിട്ട് ഒരു 3 മാസമോ 6 മാസമോ ഒരു കൊല്ലമോ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ തരാം. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും, ഈവൻ കിച്ചണിൽ വരെ നമുക്ക് വേക്കൻസി ഉണ്ട്. ഇപ്പം 100 സ്റ്റാഫുണ്ട്. സ്റ്റാഫിനെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആർക്കും പെർമനൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ PSC എഴുതി കയറിയ ആൾക്കാരല്ല. ഇവരെല്ലാം ശുശ്രൂഷകരാണ്. അവർ ടൈം കഴിയുമ്പോൾ അവർ ശുശ്രൂഷ അവർ അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിച്ച് കൊടുക്കും. കാര്യം അവർക്ക് കൃപയില്ല എന്ന് നമുക്ക് എപ്പോഴും തോന്നിയാൽ അപ്പം ശുശ്രൂഷ വിട്ടുപോകാൻ പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 3 മാസമോ 6 മാസമൊക്കെ ശുശ്രൂഷ ചെയ്യാനുള്ള ദൈവം തോന്നിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. അവർക്കുള്ള നമ്പർ 82 81 29 75 11 വിളിക്കാവുന്നതാണ്. DTP വാട്സപ്പ് നമ്പറാണത്. 82 81 29 75 11. അതിൽ നമുക്ക് DTPക്ക് ആളാവശ്യമുണ്ട്, ടാലിയിൽ ആൾക്കാളെ ആവശ്യമുണ്ട്. എഡിറ്റിംഗ് അറിയാവുന്നവർക്കും ചാൻസ് ഉണ്ട്. പിന്നെ അച്ഛനെ കാണണമെന്ന് നിർബന്ധമുള്ളവർ എപ്പോഴും ഓർക്കണം, അച്ഛൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾ വരുന്ന ദിവസം, എല്ലാ ദിവസവും ഉണ്ടാകുന്നുള്ളത് ഇവിടുത്തെ ഒരു രീതിയാണ്. പക്ഷേ എമർജൻസി എന്തെങ്കിലും വന്നാൽ ചിലപ്പോൾ ഞാൻ സ്ഥലം വിട്ട് പോയെന്ന് വരും. ബിഷപ്പിൻ്റെ രൂപതയുടെ സഭയുടെ ബിഷപ്പ് വന്നാൽ അപ്പോൾ പോകും. അപ്പം അങ്ങനെ ഉണ്ടായില്ലെന്ന് അറിയണം നിങ്ങൾ. അപ്പോൾ അത് അറിയാൻ വേണ്ടി 9447285400 ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ടതാണ്. അച്ഛനുണ്ടെങ്കിൽ ഉറപ്പ് വരുന്നു. അപ്പം നാളെ ഞാൻ വരാൻ ആഗ്രഹിക്കുന്ന അച്ഛനുണ്ടോ,
ചോദിക്കണം. വെറുതെ വിളിച്ച് ചോദിക്കരുത്. നാളെ വരാൻ ആഗ്രഹിക്കുമ്പോൾ ഉടമ്പടി എടുത്തതായിരിക്കണം, പുതുക്കിയതായിരിക്കണം, ഉടമ്പടി നിൽക്കുന്നവരായിരിക്കാം, വിഷയം എമർജൻസി ആയിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ അച്ഛനെ കാണാമെന്ന് പറഞ്ഞ് വന്ന കാര്യം ഉടമ്പടി എടുക്കുന്നത് രക്ഷകളൊക്കെ മനുഷ്യരാണ്. അപ്പോൾ കാണുക എന്നുള്ളതല്ല ഉടമ്പടിയുടെ ഒരു സബ്ജക്റ്റ് പോലും അല്ല. അച്ഛനെ കാണാൻ വേണ്ടി ആരും ഉടമ്പടി എടുക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ ഈശോയെ കാണാൻ വേണ്ടി ഉടമ്പടി എടുക്കുക, ബാക്കിയെല്ലാം കറക്റ്റ് ചെയ്യും. പിന്നെ ഞാൻ കാണുന്നത് ഹൈ എമർജൻസി ആൾക്കാർ മാത്രമാണ്. ഈ സാക്ഷ്യം പറഞ്ഞാൽ എല്ലാം ഞാൻ കണ്ട ആൾക്കാരാണ്. വല്ലതും 2% കാണും, ബാക്കിയെല്ലാം അമ്മയും ഈശോയും നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കൃപാസനത്തിൻ്റെ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പണം അടിച്ചു മാറ്റുന്ന, പണം ചോദിക്കുന്നവരുണ്ട്, വേറെ അക്കൗണ്ട് ഉണ്ടാക്കി വീഡിയോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇതൊന്നും കൃപാസനത്തിൻ്റെ അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് എവിടെ ഇരുന്നും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കുവാൻ www.krubasanam.marianshrine.com സന്ദർശിക്കുക. കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ FRVP ജോസഫ് കൃപാസനമാണ് ഒഫീഷ്യൽ എന്ന് കാണും. അതാണ് നമ്മുടേത്. കൃപാസനം എന്നൊക്കെ പറഞ്ഞ് വേറെ ആൾക്കാർ ചാനൽ ചെയ്യുന്നുണ്ട്. അത് നമ്മളാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ അമ്മ ഒഫീഷ്യൽ എന്ന് കാണും. പിന്നെ നിങ്ങളെപ്പോഴും ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഉടമ്പടി കിട്ടിയിട്ടുള്ള സ്റ്റോക്കുകളും ദൈവവചനങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവനുസരിച്ചുകൊണ്ട് സുവിശേഷം കൈമാറ്റത്തിനായിട്ട് നിങ്ങൾ ഷോട്ട് ഇടുകയോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ എല്ലാം ലക്ഷ്യം ദൈവമായിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വവും ജനങ്ങളുടെ വിശുദ്ധീകരണമായിരിക്കണം പ്രധാന ലക്ഷ്യം. കൃപാസനം 14 ഭാഷകളിൽ പത്രമുണ്ട്. അതാത് ഭാഷകളിൽ ഇന്ത്യൻ ഭാഷകളിൽ 11 ഫോറിൻ ഭാഷകളിൽ 3 ഉള്ളത്. അത് പോകുമ്പോൾ നിങ്ങളുടെ സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലം നോക്കിയിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടതാണ്. നമ്മൾ മെയ് മാസം ആദ്യ ഞായറാഴ്ച മെയ് മാസം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. കാര്യം അമ്മ മാതാവിൻ്റെ വണക്കം നടക്കുന്ന മാസമാണ്. 31 ദിവസവും അമ്മ മാതാവിൻ്റെ വണക്കം നടക്കും. കൃപാസനത്തിൽ ഏതാണ്ട് 10-12 കൊല്ലമായിട്ട് നടക്കുന്നതാണ്. 10,000-കണക്കിന് മനുഷ്യർ വണക്കം കൂടുന്നതാണ്. ഓൺലൈൻ വണക്കം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൂടാൻ പറ്റും. എല്ലാ മെയ് മാസം വൈകുന്നേരം 5:30 വണക്കം തുടങ്ങും. അപ്പോൾ മാതാവിൻ്റെ വണക്കവും മാതാവിൻ്റെ ഒരു പുണ്യവും മാതാവിൻ്റെ ഒരു ജീവിതാനുഭവവും അതിന് കറസ്പോണ്ട് പേജിനും വേർഡ് ഓഫ് ഗോഡും വചന സന്ദേശവും പാട്ടും പ്രാർത്ഥനയും ജപമാലയും എല്ലാം കൂടിയ ഒരു മനോഹരമായ ശുശ്രൂഷയാണ് മാതാവ് വണക്കം. നിങ്ങൾക്ക് വേണമെങ്കിൽ നൊവേന പോലെ നിങ്ങളുടെ സ്വന്തമായിട്ട് നേർച്ചയായിട്ട് വണക്കം നടത്താൻ പറ്റും. അങ്ങനെ വണക്കം നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ ആ നിയോഗം വെച്ച് വണക്കം നടത്താം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസുമായി കണ്ടിട്ട് അതിൻ്റെ രസീത് കൈപ്പറ്റേണ്ടതാണ്. അവർ മെയ് മാസം ആദ്യ ഞായറാഴ്ച കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ശുശ്രൂഷ ഉണ്ട്. മെയ് മാസം ആദ്യ ഞായറാഴ്ച, എല്ലാ മാസത്തെയും ആദ്യ ഞായറാഴ്ചയാണ് ആദ്യാക്ഷരം കുറിക്കണത്. അപ്പോൾ ആദ്യാക്ഷരം കുറിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മയും അപ്പനും ഉണ്ടാകണം. അപ്പോൾ അപ്പൻ ഇംഗ്ലണ്ടിലാണെങ്കിൽ അമ്മ ഉണ്ടായാൽ മതി. അമ്മയും അപ്പനും ഇല്ലാത്ത അമ്മാമ്മയും അപ്പാപ്പനും കൊണ്ട് മക്കളെ കൊണ്ടുവരരുത്, എടുക്കത്തില്ല. ആരെങ്കിലും ഒരാളുണ്ടാകണം. അവർ ഉടമ്പടി എടുത്തവരായിരിക്കണം. അല്ലാതെ പെണ്ണിൻ്റെ കൊച്ചിൻ്റെ അമ്മയുടെ അമ്മ എടുത്തിട്ടും കാര്യമില്ല, അമ്മയുടെ അപ്പൻ എടുത്തിട്ടും കാര്യമില്ല, ഭർത്താവിൻ്റെ അപ്പനും അമ്മ എടുത്തിട്ടും കാര്യമില്ല. ആരാണ് ആ കൊച്ചിൻ്റെ തന്തയും തള്ളയും ആരാണ്, അവരാണ് ഉടമ്പടി എടുക്കേണ്ടത്. അവർ ഉടമ്പടി രാവിലെ വന്ന് എടുക്കും, എടുക്കാത്തവരാണെങ്കിൽ എടുത്തിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് 3 മണിക്ക് കുഞ്ഞിനെ ആദ്യാക്ഷരം എഴുതിക്കും അമ്മയുടെ നടയിരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചോറൂട്ടലെയും ചോറ് വെഞ്ചരിച്ച് കുഞ്ഞിനെ കൊണ്ട് തീറ്റിക്കണത്, ആദ്യ ഭക്ഷണം കൊടുക്കണത്, അതുമെല്ലാം. പക്ഷേ അതെല്ലാം കണ്ടീഷൻസ് ഒന്നാണ്. ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും ആയിരിക്കണം ഉടമ്പടി എടുത്തിരിക്കണത്. ആ ഉടമ്പടി കറക്റ്റായിരിക്കണം, അവർ ഉടമ്പടിയിലായിരിക്കണം. പണ്ട് ഉടമ്പടി എടുത്ത കാര്യമല്ല, ഇപ്പോൾ ഉടമ്പടിയിലായിരിക്കണം അവർ. അപ്പോൾ ഇന്ന് എത്ര പേരാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് തിരിച്ചു പോകുന്നത്? കൃപാസനത്തിൻ്റെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഉടമ്പടിയല്ലേ നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യത്തില്ല. ദൈവത്തോട് ഞങ്ങൾക്കുള്ള കടപ്പാടാണ്, നിങ്ങളോടുള്ള കടപ്പാടല്ല. ദൈവം ഞങ്ങളത് ഭംഗിയായിട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണല്ലോ ദൈവം ഇത്രയും സ്വർഗീയമായ അനുഗ്രഹം നിറഞ്ഞൊരു പ്രാർത്ഥന ഞങ്ങളെ ഏൽപ്പിച്ചത്. അപ്പോൾ ഞങ്ങളത് ദൈവത്തോടുള്ള ബാധ്യത കാരണം ഞാൻ കൃത്യമായിട്ട് ചെയ്യും. ഇവിടെ ആൾക്കാർ നിലവിളിച്ചൊക്കെ പോകും, എടുത്തില്ല ചേട്ടാ, എടുത്തില്ല സാറേ, ബ്രദറെ സഹായിക്കണം എന്നൊക്കെ പറയും. ഒരു ആഴ്ചയിൽ രാവിലെ മുതൽ വൈകുന്നേരം അവരുടെ ഉടമ്പടിയാണ് ഇവിടുത്തെ പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രശ്നം.
നമ്മൾ ദൈവത്തോട് ഇപ്പം നമ്മൾ സാഹിബിനെ കാണുമ്പോൾ കാശുള്ളവർ വരുമ്പോഴും ആ ഒരു വലിയ പ്രൊഫഷണൽസൊക്കെ വരുമ്പോഴും രാഷ്ട്രീയക്കാർ വരുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു മുഖമില്ല. ഞങ്ങൾ ചോദിക്കണത്, ഞാൻ കാണക്കത്ത് പോലും ഇല്ല ആരെയും. കാരണം ഞാൻ പബ്ലിക്കായിട്ടാണ് നിൽക്കണത്. ആരുടെങ്കിലും എന്തെങ്കിലും പണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലല്ലേ ഇങ്ങനെയുള്ള പിൻവാതിലൂടെ ആൾക്കാരെ വിളിക്കുകയും ക്ഷണിക്കുകയും കാണുകയും ചെയ്യണം. ഇതൊന്നും ഞാൻ പബ്ലിക്കായിട്ട് നിൽക്കണത്, കാണാതെ ഞാൻ നിൽക്കണത്. ഇവിടെ നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദൈവദേശത്തിന് വിശുദ്ധിയുള്ളവരായിട്ട് വരണം, സുവിശേഷത്തിന് സാക്ഷ്യമാകണം. അത്രയും കാര്യം ഞാൻ ഉറപ്പുവരുത്തും. ബാക്കിയുള്ളത് രോഗികളെ കാണുന്നതും ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടാകുന്നതും എല്ലാം നിങ്ങളുടെ കാര്യമാണ്. നിങ്ങളെ കൃത്യമായിട്ട് ചെയ്യണം, ആരെയും കൊണ്ട് ചെയ്യിക്കരുത്. ഇത് ഉടമ്പടി, നിങ്ങൾക്ക് അറിയത്തില്ല, ഈ ഉടമ്പടി റിലേഷനേക്കാൾ വലിയൊരു റിലേഷൻ ഇനി ദൈവത്തിന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബൈബിൾ മുഴുവൻ ഉടമ്പടിയാണ്. ഉടമ്പടിയുടെ ഉടമ്പടിയാണ് കുർബാന എന്ന് പറയുന്നത്. അത് ഉടമ്പടി തന്നെയാണ്. അപ്പം ശ്രദ്ധിച്ച് ചെയ്യുക. അമ്മയ്ക്കൊരു മുറി, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി, അങ്ങനെ പ്രോജക്റ്റാണത്. തീർത്ഥാടകർക്കുള്ളതാണ്, അവർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ്. 4 ദിവസം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഈ സ്കീമിൽ വന്നാൽ. 4 ദിവസം, അങ്ങനെ 5 വർഷം കിട്ടും. അപ്പോൾ ആ സ്കീമിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് മുറി ആനുകൂല്യം വേണമെങ്കിൽ 9447696815 നമ്പറിൽ വിളിച്ച മുറി ലഭിക്കും.